ബുദ്ധിവൈകല്യം, ചിന്താവൈകല്യം, അംഗവൈകല്യം, മൂന്നിലൊന്ന് അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും വെറുതെ പറയണ കാര്യമല്ല. ഇസ്ലാം ദീനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ പറയണ കാര്യമല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കേണ്ടവനാണ് മുഅ്മിൻ. ജീവിക്കുകയും വേണം, മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ തന്നെ കാണിക്കുകയും വേണം. അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വളരെ പ്രധാനമാണ്. ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായി മാറുകയാണ്. മൂന്നാമതൊരു കാര്യമുണ്ട്, മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ഇന്ന് ഗൗരവം കുറയുന്നു. മുർത്തദ്ദാവുന്ന കാര്യം, മുർത്തദ്ദ ഇസ്തിഹ്സാ, പരിഹാസം എന്നത് പലപ്പോഴും യുദ്ധത്തിന്റെ കാരണമാണ്. ഒരാൾ നിസ്കരിച്ചില്ല എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നിസ്കാരത്തെ കളിയാക്കിയാൽ. നോൽമ്പ് നോൽക്കാതിരിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നോമ്പിനെ കളിയാക്കിയാൽ. എന്ത് നിസ്കാരെന്ന്! നിസ്കാരത്തെ പരിഹസിക്കുക, നോമ്പിനെ പരിഹസിക്കുക, ഖുർആനിനെ പരിഹസിക്കുക, ഖുർആനോത്തിനെ പരിഹസിക്കുക. പരിഹാസം ഇന്നൊരു പ്രശ്നേ അല്ല. നമുക്ക് കളിയാക്കുക എന്നതൊരു പ്രശ്നം തന്നെ അല്ല. എല്ലാവരും കളിയാക്കും, വാപ്പാനെ വരെ കളിയാക്കും. നമ്മൾ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു. വലിയ ആളാവും ചെയ്തു. നമ്മളെന്തേ ചെറുതായത്? നമ്മൾ ചെറുതായതിൻ്റെ കാരണം എന്താ? ആദരവും ബഹുമാനവും. മൊയ്നലി തങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ്. ബഹുമാനം നഷ്ടപ്പെട്ടാൽ ഒരു പൈസക്കും വില ഇല്ലാതാവും. ഒരു പൈസക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നതാണ്. ഞാൻ ഒരിക്കലും സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത്, പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഈ ചങ്ങരംകുളത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യാണ്. അവിടെ കുറേ പ്രായമുള്ള 85 വയസ്സായ മുഹമ്മദ് മല്ലാക്ക എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. മരിച്ചുപോയി, അള്ളാഹുരുടെ ഖബർ സ്വർഗമായി കൊടുക്കട്ടെ. അവർക്ക് ഈ ആൾക്കാർ റമദാൻ മാസം ആയാലും ചായ കുടിക്കാൻ പൈസ തരും. ഞാനതിങ്ങനെ കട്ടിലുമ്പോൾ വെക്കും, ആവശ്യമാകുമ്പോൾ അവിടെ നിന്ന് എടുക്കും. ഒരു ദിവസം മല്ലാക്ക റൂമൊക്കെ കയറി വന്നപ്പോൾ എൻ്റെ കട്ടിലുമ്പോൾ കുറേ പൈസ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. മല്ലാക്ക എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഈ പൈസ ഇവിടെ വെക്കരുത്, അതെടുത്തിട്ട് തലേണയുടെ അടിക്ക് വെച്ചാൽ അത് അതിനോട് ചെയ്യുന്നൊരു ബഹുമാനമാണ്. കാരണം പഴയ കാലം മുതലേ പൈസ തലേണയുടെ ചോട്ട് വെക്കാറുണ്ട്. അലക്ഷ്യമായി ഇടരുത്. പണത്തെ ഇൻസൾട്ട് ചെയ്താൽ പണം നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഉപദേശമായിരുന്നു അത്. ഏത് സാധനത്തെ ഇൻസൾട്ട് ചെയ്താലും ആ സാധനം നമുക്ക് ഉപകാരം ചെയ്യില്ല. എന്ത് സാധനമാണെങ്കിലും. ഭർത്താവ് എവിടേക്കെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാര്യ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ സ്വീകരിക്കേണ്ടത്. കുട്ടികൾ പഠിച്ചാൻ പോയിട്ട് വരുമ്പോഴേ വാപ്പിമ്മി എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ സ്വീകരിക്കേണ്ടത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണില്ല. നിയമം എല്ലാവർക്കും ഒരേ മാതിരിയാണ്. ബഹുമാനം ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.